നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ മാക്സിമം ടോപ്പിക് കവറേജിന് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ബാക്കി ചാപ്റ്ററിൽ ഇടുന്ന എഫേർട്ടിന്റെ ഒരു പകുതി എഫേർട്ടൊക്കെ ഇട്ടാൽ തന്നെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവർക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അതെ, എല്ലാ ചാപ്റ്ററുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അപ്പം അങ്ങനെ കമ്പാരിസൺ നടത്തിയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനും പെട്ടെന്നൊക്കെ ഐഡിയാസൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ അറ്റൻഡ് ചെയ്യാനേ പോകരുത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻ. അഥവാ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ വിട്ടിട്ട് അവസാനത്തേന് മാത്രം മാറ്റി വെക്കുക. എനിക്ക് തോന്നുന്നു ഒരു കറണ്ട് ഇലക്ട്രിസിറ്റിയും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് കപ്പാസിറ്റർ ഏരിയയിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾ ചിലപ്പം കുറച്ചുകൂടെ നല്ലത്. ചെയ്യുമ്പോൾ തിരിഞ്ഞു പോരുത്. റെസിസ്റ്റർ സീരീസ് പോലെ അല്ല കപ്പാസിറ്റർ സീരീസിന്. എനിക്ക് തോന്നുന്നു അതിൽ ആ ക്യൂബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മുടെ കഴിഞ്ഞ JEE നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നീറ്റിന് നമുക്ക് വേണമെങ്കിൽ അത് പ്രതീക്ഷിക്കാം. പിന്നെ സീരീസ് LCR സർക്യൂട്ട് ആണ് കൂടുതലും ചോദിക്കുന്നത്. പാരലൽ കോമ്പിനേഷൻ വളരെ റെയർ ആണ്. പിന്നെ നമ്മൾ ഒപ്റ്റിക്സ് നമ്മളെ പേടിപ്പിക്കുന്ന അടുത്ത ചാപ്റ്റർ ആണ് ഒപ്റ്റിക്സ്. തീർച്ചയായും. അപ്പൊ നമ്മൾ ഈ അവസാന ചാപ്റ്ററുകളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന ഒരു പോർഷനാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. അപ്പം നമ്മൾ പഠനത്തിന്റെ അവസാന സമയത്തേക്ക് കടന്നല്ലേ. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ സിലബസും വന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സിലബസിൽ യാതൊരു മാറ്റവും ഇല്ലല്ലേ സാറേ? ഞാൻ 2024 സിലബസിലെ എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി സെയിം തന്നെ കഴിഞ്ഞ സിലബസ് തന്നെയാണ് ഫിസിക്സിൽ. കഴിഞ്ഞ വർഷം നീറ്റിൽ എന്താണോ സിലബസ് അത് തന്നെയാണ് സിലബസ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ പോർഷൻസ് ആണ് റെഫർ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു സംശയങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ്റെ ഉദ്ദേശം, അല്ലേ സാറേ? അതെ, തീർച്ചയായും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ സിലബസിൽ അധികം കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. കാര്യം എക്സാക്ട്ലി 2024 എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ തന്നെയാണ് ഇപ്പോഴും പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ മാക്സിമം ടോപ്പിക് കവറേജിന് ശ്രമിക്കുക. കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം എക്സാമിൻ്റെ ചെറിയൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തത് റെഗുലറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ചില ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടോപ്പിക് കവറേജിന് ശ്രമിക്കണം, അല്ലേ സാർ? തീർച്ചയായും. സാർ ഉദ്ദേശിച്ച നിങ്ങൾ ടോപ്പിക്കൊന്നും സ്കിപ്പ് ചെയ്യാതെ പോകണമെന്നാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. അതെ. പറ്റുന്ന പോലെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ പോകണം. കാര്യം നമുക്ക് എക്സാക്ട്ലി എത്ര ക്വസ്റ്റ്യൻ ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ചാപ്റ്ററും അത്യാവശ്യം കവർ ചെയ്താൽ ഒരു അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഏതെങ്കിലും ചാപ്റ്റർ അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അല്ലെങ്കിൽ ഇക്വേഷൻസ് എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോയേക്കണം. അല്ലാതെ ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞേക്കരുത്. അപ്പോൾ എനിക്ക് സാറേ, അവർക്ക് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചാൽ അങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടും NCERT ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടും ഒക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും, എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അത് വിശ്വസിച്ച് കോൺഫിഡൻറ്റോടെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം സാർ, എനിക്ക് തോന്നുന്നു നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. അതെ, നമുക്കറിയാം വളരെ ചെറിയ ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്ററുകളിലും കോമൺ ആയിട്ട് വരുന്നതാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് ആണ്. അപ്പം ഡയമെൻഷൻ അനാലിസിസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. ചിലപ്പോൾ നമുക്ക് 2 ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻസ് വരെ ചിലപ്പം നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ആദ്യമേ തന്നെ പഠിക്കുക. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ബാക്കി ചാപ്റ്ററിൽ ഇടുന്ന എഫേർട്ടിന്റെ ഒരു പകുതി എഫേർട്ടൊക്കെ ഇട്ടാൽ തന്നെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതെ, കാരണം നമുക്ക് എല്ലാ ചാപ്റ്ററുകളിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എറർ അനാലിസിസ് ഒക്കെ ആണെങ്കിലും നമ്മളതും പല ചാപ്റ്ററുകളിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ y പ്രപ്പോർഷണൽ ടു x² ആകുമ്പോൾ ഡെൽറ്റ y/y × 100 2 × ഡെൽറ്റ x/x × 100 അത് സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചുകൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എല്ലാ ടോപ്പിക്കിലും നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്ന ഏരിയ ചിലപ്പം സ്ക്രൂ ഗേജും വെർണിയറും ഒക്കെ ആയിരിക്കും. അത് നമ്മുടെ എക്സ്പെരിമെന്റൽ സ്കിൽസിൽ സാറ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ചന്ദ്രലാൽ സാർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെരിമെന്റൽ ഫിസിക്സിന്റെ പോർഷൻസ് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കാണണം. കാരണം നമ്മൾ എക്സ്പെരിമെന്റൽ ഫിസിക്സിനെ കുറിച്ച് പറയുമ്പോൾ സാറേ, നമ്മൾ ആ 3-4 എക്സ്പെരിമെന്റ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോർമലി തിയറിയുടെ കൂട്ടത്തിൽ പഠിക്കുന്നതാണ്. ഒപ്റ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലൊരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ബേസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഒഴിച്ചാൽ
ബാക്കിയൊക്കെ നമ്മൾ നോർമലി ഒപ്റ്റിക്സിൽ തിയറിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഒപ്റ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഒപ്റ്റിക്സിന് നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നു ഒപ്റ്റിക്സിലെ എക്സ്പെരിമെൻ്റൽ സ്കില്ലിൻ്റെ കുറേ പോർഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രിസത്തിൻ്റെ ഇക്വേഷൻസും ലെൻസിൻ്റെ മിററിൻ്റെ കോമ്പിനേഷനും ഒക്കെ നിങ്ങൾ ഒപ്റ്റിക്സിൽ തീർച്ചയായിട്ടും നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. തീർച്ചയായും. പിന്നെ നമ്മൾ സാറേ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. നമ്മൾ യൂണിസോൺ ഡയമെൻഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ കൈനമാറ്റിക്സ് നമുക്കറിയാം. നമ്മൾ സാധാരണ പഠിക്കുന്ന 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നു സാറേ, നമ്മൾ ഈ മോഷന്റെ പോർഷൻ എടുക്കുമ്പോൾ ഇപ്പം ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പ്രൊജക്ടൈൽ മോഷൻ വെക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെയുള്ള ചാപ്റ്ററുകളിൽ അതിന്റെ ആപ്ലിക്കേഷൻ വരും. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ പ്രത്യേകതകളും നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. എനിക്ക് തോന്നുന്നു ഇവർക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പോയേക്കണം. ഇപ്പം നമ്മൾ മിക്കവരും ചിലപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫും ഡിസ്പ്ലേ പൊസിഷൻ ടൈം ഗ്രാഫും ആക്സലേഷൻ ടൈം ഗ്രാഫും ഒക്കെ മാത്രമേ നോക്കി വെക്കത്തുള്ളൂ. അത് മാത്രം പോരാ, നിങ്ങൾ VX ഗ്രാഫും എക്സ് ഗ്രാഫൊക്കെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കി വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. അതെ, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വരുന്ന ചാപ്റ്ററുകളിലും എവിടെയെങ്കിലുമൊക്കെ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇപ്പോൾ ഈ 1 ഡയമെൻഷണൽ മോഷനിലെ ഗ്രാഫിൻ്റെ പ്രത്യേകതകൾ പഠിച്ചാൽ അതേ വേരിയേഷൻസ് ഉള്ള ഗ്രാഫുകളാണ് നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററുകളിലും വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ വേരിയേഷൻ. കാരണം നമ്മൾ ഈ ഡയഗ്രം ഉള്ള ക്വസ്റ്റ്യൻസ്, ഗ്രാഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഈ അടുത്ത വർഷങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ y=x² ഗ്രാഫ് എങ്ങനെ വരും, y² x ഗ്രാഫ് എങ്ങനെ വരും, ആ ഷേപ്പ് ഒക്കെ അത് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ. y=x² y²=x. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫിന്റെ ഏരിയയിൽ നോക്കി പോയേക്കണം. ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അതെ. അപ്പോൾ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, നമ്മൾ ഈ എല്ലാ ചാപ്റ്ററുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ മോഷന്റെ പ്രിൻസിപ്പിൾ അവിടെ മാത്രമല്ല, വരുന്ന ചാപ്റ്ററുകളിൽ എവിടെ വന്നാലും അത് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് എക്സാം എളുപ്പമായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലായ്പ്പോഴും ശ്രദ്ധിച്ചോണം. ഓരോ ചാപ്റ്ററും പഠിച്ചതിന് ശേഷം അതിന് വരുന്ന ചാപ്റ്ററുകളിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ലോസ് ഓഫ് മോഷനിലേക്ക് വരുമ്പം സാറേ നമുക്കറിയാം, ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷണൽ മോഷൻ പലരും പേടിയോടെയൊക്കെ കാണുന്ന ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോസ് ഓഫ് മോഷൻ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, പിന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിന്റെ അവസാന പോർഷനായിട്ട് സർക്കുലർ മോഷൻ, പിന്നെ ഫ്രിക്ഷൻ. അതെ, ഫ്രിക്ഷന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് സിസ്റ്റത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കണക്റ്റഡ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് സാധാരണ ചോദിക്കാറുണ്ട്. തീർച്ചയായും. അതെ, കാരണം 5 പുള്ളിയും 10 മാസവും ഒക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നമുക്ക് ചോദിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് അവസാനത്തിന് മാറ്റി വെക്കണം. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പോർഷൻസ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് അവസാനത്തേന് മാറ്റി വെക്കുക. നമ്മൾ സിലബസിലുള്ള കാര്യങ്ങളും ഇപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു, അതിനുശേഷം മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ അവസാനത്തെ ബെൻഡിങ് ഓഫ് സൈക്ലിസ്റ്റും മാക്സിമം സ്പീഡ് ഫോർ സേഫ് ടേണിങ്, അതൊക്കെ കുറേയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏരിയ. അതിലെ ബേസിക് ഫോർമുലാസ് അറിയെങ്കിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പോർഷൻ ഒന്നും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അത് ആ ഫോർമുലയെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കി വെച്ചിട്ട് പോയേക്കണം. അതെ. പിന്നെ വർക്ക് എനർജി പവർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. കാരണം ഈ വർക്ക് എനർജിയുടെ റിലേഷൻസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഗ്രാവിറ്റേഷൻ അങ്ങനെയുള്ള വരുന്ന ചാപ്റ്ററുകളിൽ അത് വളരെ യൂസ്ഫുൾ ആണ്. അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഇക്വേഷൻ, എനർജി, അതുമായിട്ടുള്ള റിലേഷൻസ്, വർക്ക് എനർജി തിയറി ഒക്കെ നോക്കി വെക്കണം. അതായത് വർക്ക് ഡൺ ഇസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അങ്ങനെയുള്ള കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ കൂടുതൽ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് തീർച്ചയായിട്ടും പഠിക്കണം. പിന്നെ നമ്മൾ റൊട്ടേഷണൽ മോഷനിലേക്ക് വന്നാൽ നമുക്കറിയാം സെൻട്രോമാസിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് സാറേ. അതെ. അത് കഴിഞ്ഞ് മൊമെന്റ് ഓഫ് ഇനർഷ്യ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ടോർക്കിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ്,
പിന്നെ എനിക്ക് തോന്നുന്നു റോളിങ് എല്ലാവരും റോളിങ് പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞങ്ങൾ പറയുന്ന റോളിങ്ങിന്റെ ആ ഒരു ബേസിക് കാര്യങ്ങൾ, പ്യുവർ റോളിങ്ങിന്റെ കേസ് അറ്റ്ലീസ്റ്റ് നോക്കി വെച്ചിട്ട് പോയേക്കണം. റോളിങ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാര്യം ഒരിക്കൽ ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടും ഒരിക്കൽ ഒരു പോയിന്റിലെ റോൾ ചെയ്യുമ്പോൾ ഒരു പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, പ്യുവർ നിങ്ങൾ ഇംപ്യുവർ റോളിംഗ് പഠിക്കണമെന്നോ ഇല്ല, പ്യുവർ റോളിങ്ങിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള കാര്യം, പ്യുവർ റോളിങ്ങിൻ്റെ കണ്ടീഷനും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നോക്കി വെച്ചിട്ട് പോയാൽ നല്ലതായിരിക്കും. അതെ അതെ, അപ്പോൾ നമ്മളെ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസിക്കലി ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് റോളിംഗ് മോഷനിൽ ക്വസ്റ്റ്യൻ ചെയ്തില്ല. കാരണം നമുക്ക് കമ്പാരിസൺ ഓഫ് ലീനിയർ ആൻഡ് റൊട്ടേഷണൽ മോഷൻ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ റൊട്ടേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ്റെ ബേസിക്കലി ഐഡിയ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് റോളിംഗ് മോഷൻ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഷനാണ് ഗ്രാവിറ്റേഷൻ. അതെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഗ്രാവിറ്റേഷൻ ഏതാണ്ട് ഒരേ പാറ്റേണിൽ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഫോർമുലാസ് ഓർത്ത് വയ്ക്കാൻ എപ്പോഴും എളുപ്പമാണ്. അവിടെ k³/r² പകരം ഇവിടെ gm/r² അങ്ങനെ വരുമെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വർക്ക് എനർജി പവർ, ഗ്രാവിറ്റേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒരുമിച്ച് പഠിക്കുവാണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പം അങ്ങനെ കമ്പാരിസൺ നടത്തിയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനും പെട്ടെന്നൊക്കെ ഐഡിയാസൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പം കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെ നമുക്കറിയാം ആക്സലേഷൻ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ, അത് വേറെ ചാപ്റ്ററിലൊക്കെ ഉണ്ടല്ലോ സാർ. നമ്മൾ ആപ്ലിക്കേഷൻ ഓസിലേഷനിലും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലും ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും മനസ്സിൽ വെച്ചോണം. പിന്നെ പൊട്ടൻഷ്യൽ ചേഞ്ച്, പിന്നെ കെപ്ലേഴ്സ് ലോസ്, സാറ്റലൈറ്റ് മോഷൻ, അതൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. പിന്നെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വർക്കിന്റെ ഇക്വേഷൻ വീണ്ടും ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ സാറ്റലൈറ്റിൽ ചെയ്യുന്ന വർക്ക് ഡൺ നമ്മളോട് ചോദിക്കാം. അപ്പോൾ സാറ്റലൈറ്റ് ഓർബിറ്റൽ മോഷനിലാണോ അല്ലെങ്കിൽ റെസ്റ്റിംഗ് പൊസിഷനിലോട്ടാണോ കൊണ്ടുപോകുന്നത്, അതിനനുസരിച്ച് ഇക്വേഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മളെ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം അല്ലേ സാറേ? അതെ, അടുത്ത ചാപ്റ്ററാണ്. ഇവരെല്ലാം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്. നമ്മൾ ഒറ്റ ടോപ്പിക്കായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. നിങ്ങൾ അത്ര ലെങ്തി ആണെങ്കിൽ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലായ്പ്പോഴും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ആദ്യം സോളിഡ്സ് മാത്രം പഠിക്കുക, പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക്സ് മാത്രം പഠിക്കുക. അതായത് നമുക്ക് ആദ്യ പാട്ടിൽ പ്രഷറിൻ്റെ ഇക്വേഷൻസ്, പാസ്കൽസ് ലോയെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഹൈഡ്രോഡൈനാമിക്സ്, പിന്നെ വിസ്കോസിറ്റി ഒക്കെ നമ്മൾ ചെറിയ പോർഷനാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനൊക്കെ നമുക്ക് സാധാരണ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മളെ പേടിപ്പിച്ച ഒരു ചാപ്റ്റർ ആണല്ലേ. അപ്പം വളരെ ലെങ്തി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച പോർഷനാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷം ചോദിച്ച മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. അതായത് അതിൽ 2 ഓപ്ഷൻസ് ഒന്ന് തന്നെയാണ്, അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബാക്കി 2 ഓപ്ഷൻസിൽ ലോജിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനിയും വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. അതെനിക്ക് തോന്നുന്നു അവർ ആരും ഫുൾ മാർക്ക് വാങ്ങിക്കരുതെന്നുള്ളൊരു ഉദ്ദേശത്തിലിട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അറ്റൻഡ് ചെയ്യാനേ പോകരുത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായിരുന്നു, അഥവാ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ വിട്ടിട്ട് അവസാനത്തേന് മാത്രം മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് ഓപ്ഷൻ എലിമിനേഷൻ വഴി ചെയ്യാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അവിടെ സർഫസ് ടെൻഷൻ, സർഫസ് എനർജിയുടെ ഒക്കെ പ്രത്യേകതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ, ക്യാപ്പിലറി റൈസ്, അതിൻ്റെ ഒക്കെ ഇക്വേഷനൊക്കെയാണ് നമുക്ക് ചോദിക്കാറ്. അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ അടുത്തത് നമുക്കറിയാം തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, തെർമൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ അവിടെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. തെർമോഡൈനാമിക്സ് പഠിക്കുക, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പഠിക്കുക, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് പഠിക്കുക. അതിൽ ഇത്തിരി തെർമൽ പ്രോപ്പർട്ടീസ് ആണ് ഇത്തിരി ലെങ്തി ആയിട്ടുള്ളത്. അതെ അതെ അതെ. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു ആ കണ്ടക്ഷൻ ഏരിയ ഒക്കെ വരുമ്പോൾ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ വെച്ച് കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ അറിയാമെങ്കിൽ കുറേയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതെ അതെ. അപ്പോൾ അതേപോലെ അതിനകത്ത് എനിക്ക് തോന്നുന്നു സിലബസിൽ ഈ തെർമൽ കണ്ടക്ഷൻ ഒന്നും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറയുന്നില്ല. പക്ഷേ NCERT അതിൻ്റെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പല സംശയം ചോദിക്കാറുണ്ട്. എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് NCERT എനിക്ക് തോന്നുന്നു സാറേ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഒക്കെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം നമുക്ക് ഇടയ്ക്ക് റിവൈസ് ചെയ്ത ഒരു NCERT അത് റിമൂവ് ചെയ്തായിരുന്നു. പക്ഷെ വീണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCERT
നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അത് മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാർനോട്ട് എഞ്ചിൻ അതിൻ്റെ എഫിഷ്യൻസിയുടെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നോക്കി വെക്കണം. തീർച്ചയായും. പിന്നെ കൈനറ്റിക് ഗ്യാസിലെ മീൻ ഫ്രീ പാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതാണ്, ശ്രദ്ധിച്ചോളൂ. പിന്നെ ഓസിലേഷൻ ആൻഡ് വേവ്സ്. സാറേ ഓസിലേഷൻ ആൻഡ് വേവ്സും എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഓസിലേഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വേവ്സിൽ നിന്നും കിട്ടാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും. ഒത്തിരി ഒന്നുമില്ല, വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓസിലേഷനിൽ പഠിക്കുന്ന ഫേസ്, അപ്പം അതിൻ്റെ കാര്യങ്ങൾ വേവ്സിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കും. ഇത് നമുക്ക് അത്യാവശ്യം ഫോമുലേക്ക് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ ഓസിലേഷൻ്റെ കേസ് ആണെങ്കിലും പല ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി പോയേക്കണം. സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻസ്, സ്പ്രിങ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ നിങ്ങൾ നോക്കി പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ വേവ്സിലേക്ക് വരുമ്പം വേവ്സിലെ ഇത് കണക്ക് വേവ് ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ എന്താ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബീറ്റ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ഒരു ഏരിയയൊക്കെയാണ് വേവ്സിൽ. പിന്നെ സ്റ്റാൻഡിങ് വേവ്സിന്റെ കേസസ്. സ്റ്റാൻഡിങ് വേവ്സിൽ ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്ട്രെച്ചഡ് സ്ട്രിങ്, അപ്പോൾ അതിനൊക്കെ ഇക്വേഷൻസ് ഒരു സിമിലാരിറ്റി ഉണ്ട്, അത് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. അതെ. പിന്നെ നമുക്ക് അവിടെ പ്രശ്നം വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി ലെങ്തി ആയിട്ടുള്ളൊന്നും ചെയ്യേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഫേസ് റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് നോക്കിയിട്ട് പോവുക കേട്ടോ. അതെ, നമ്മൾ പ്രീവിയസ് നോക്കിയാലും ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ. അതെ. പിന്നെ നമുക്കടുത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഈ പറഞ്ഞതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ മെയിൻലി കൂളംസിലോ ഗോസസിലോടെ ആപ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും പഠിക്കണം. ഗോസസിലോ ഒക്കെ നമുക്കറിയാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫ്ലക്സിൻ്റെ കാൽക്കുലേഷനും ചാർജിൻ്റെ കാൽക്കുലേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. അതെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ ഗ്രാവിറ്റേഷന് സിമിലർ ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം. പിന്നെ നമുക്ക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെ ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പോർഷനാണ്. എനിക്ക് തോന്നുന്നു ഒരു കറണ്ട് ഇലക്ട്രിസിറ്റിയും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് അതെ കപ്പാസിറ്റർ ഏരിയയിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾ ചിലപ്പം കുറച്ചുകൂടെ നല്ലത്. സർക്യൂട്ട് പഠിച്ചിട്ട് നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം റിവൈസ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് അനാലിസിസ് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് റെസിസ്റ്റൻസ്, കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് പഠിക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതെ, പക്ഷെ അത് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോരുത്. റെസിസ്റ്റർ സീരീസ് പോലെ അല്ല കപ്പാസിറ്റർ സീരീസ്. അതെന്തായാലും നിങ്ങൾ അതെന്തായാലും മറന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. ഓക്കെ. എനിക്കൊന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പറയേണ്ട ആവശ്യമില്ല, ഇവര് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി കമ്പാരിറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വലിയ സർക്യൂട്ടുകളും നമുക്ക് ചോദിക്കാറുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമൽ കേസിൽ ചോദിക്കാറുള്ളൂ. പക്ഷേ നിങ്ങൾ കിർച്ചോഫ്സ് വോൾട്ടേജിലോ കറണ്ടിലൂടെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്ന കാര്യങ്ങളും കൂടെ നോക്കണം. എനിക്കൊന്ന് ചില കുട്ടികളൊക്കെ വരുമ്പോൾ അവർ കൂടുതൽ സിമിട്രി ബേസ്ഡ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സർക്യൂട്ടൊക്കെ കൊണ്ടുവരുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സിമിട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ചോദിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം KVL-ഉം KCL-ഉം ഒക്കെ പഠിച്ചു കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള സർക്യൂട്ടിലോട്ട് പോയാൽ മതി. അപ്പം സാറേ എനിക്ക് അതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന സമയത്ത് നമ്മൾ സിമെട്രി ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം NCERT ടെസ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അഥവാ നമുക്ക് ചോദിച്ചാൽ നമ്മൾ ചെയ്യണം. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു റെസിസ്റ്റൻസ് എഫക്റ്റീവ് കാണാൻ പറഞ്ഞാൽ ആദ്യം അത് സീരീസ് ആണോ പാരലൽ ആണോ നോക്കണം, അല്ലേ സാറേ? അതെ അതെ. അതിനുശേഷം അത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ബാലൻസർ ബീസ്റ്റം ബ്രിഡ്ജ് ആണോ നോക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ സിമെട്രിയുടെ മെത്തേഡ്സിലേക്കും റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്കൊക്കെ പോകാവുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു ക്വസ്റ്റ്യനുമായിട്ട് വന്നു. അപ്പോൾ അത് ഓൾറെഡി സീരീസ് പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ സാറേ എന്തുകൊണ്ടാണ് സിമെട്രി ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റാത്തതെന്നാണ് കൊച്ചിൻ്റെ സംശയം. അപ്പം നമ്മളത് സിമെട്രി പഠിക്കുമ്പോൾ അത് എപ്പോഴാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടേ നമ്മൾ പഠിക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായ്പ്പോഴും എല്ലാ ചാപ്റ്ററുകളിലും നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സിമെട്രി എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാവുള്ളൂ, ശ്രദ്ധിച്ചോളൂ. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ ആ ക്യൂബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മുടെ കഴിഞ്ഞ JEE നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നീറ്റിന് നമുക്ക് വേണമെങ്കിൽ അത് പ്രതീക്ഷിക്കാം. അതെ, എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ക്യൂബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേക്കണം. പിന്നെ നമുക്ക്
മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അപ്പോൾ അതിൽ നമുക്കറിയാം കൂടുതൽ ചോദിക്കുന്നത് കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് ഡൈപോളിന് ഇക്വലൻ്റ് ആണ്, അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മോഷൻ ഓഫ് ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതിൽ കൂടുതലും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിലെ ചാർജിൻ്റെ മോഷനാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കണം. കാരണം നോൺ യൂണിഫോം ഫീൽഡിലൊക്കെ ആണെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൂടുതൽ നോക്കിയിട്ട് പോകണം. പിന്നെ നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻ മൂവിംഗ് കോയിൽ ഗാൽനോമീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽനോമീറ്റർ ടു അമ്മീറ്റർ വോൾട്ട്മീറ്റർ. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോണം. കാരണം നമുക്ക് ചോദിക്കുവാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ സാറേ? അതെ. അപ്പോൾ അതൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ സാറേ എനിക്ക് തോന്നുന്നു നമ്മൾ ലെൻസസിലൂടെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കിയാൽ അത് തീർന്നു. കാരണം ഫാരഡേസ് ലോയിൽ ഒരു ഇക്വേഷൻ ഉണ്ടാകും, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ലെൻസസിലോ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇൻഡ്യൂസ്ഡ് കറണ്ട് അതിൻ്റെ ഡയറക്ഷനൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് കുറേ എക്സാമ്പിൾസ് ഒക്കെ ചെയ്തിട്ട് പോവുക. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ NCERT തന്നെ എക്സാമ്പിൾ സോൾവ്ഡ് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെ എക്സാമ്പിൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് മോഷണൽ EMF. നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് ക്ലബ് ചെയ്ത് ചിലപ്പോൾ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജും ഒരു റോഡ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സർക്യൂട്ടും ഒക്കെ കമ്പൈൻ ചെയ്ത് എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പോൾ മോഷണൽ EMF എന്തായാലും നിങ്ങൾ നന്നായിട്ട് നോക്കി പോയിക്കണം. മോഷണൽ EMFന്റെ കൂടെ തന്നെ റൊട്ടേഷണൽ EMF നോക്കിയേക്കണം. പിന്നെ നമുക്ക് അതിൽ വരുന്ന സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാര്യം NCERT അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. കാരണം ഇവിടെ എല്ലാം ഒരേ പ്രിൻസിപ്പിളാണ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ചില ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സിറ്റുവേഷനിലും മാറുന്ന മാത്രമല്ല. അപ്പോൾ ആ പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുവാണെങ്കിൽ ഇതെല്ലാം വളരെ ഈസിയാണ്. പിന്നെ AC ജനറേറ്റർ പഠിക്കണം. പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ സെപ്പറേറ്റ് AC കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ. പിന്നെ സീരീസ് LCR സർക്യൂട്ടാണ് കൂടുതലും ചോദിക്കുന്നത്. നമ്മൾ പാരലൽ കോമ്പിനേഷൻ വളരെ റെയർ ആണ്. അപ്പോൾ സീരീസ് LCR സർക്യൂട്ടിനെ കുറിച്ചാണ് നമുക്ക് സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഫേസ് ഡിഫറൻസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓസിലേഷൻ ബേസിൽ നമ്മൾ യൂസ് ചെയ്ത ഫേസിൻ്റെ അതേ ഐഡിയ തന്നെയാണ് AC-ലൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. വേവ് ഒപ്റ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നത് കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു സാർ AC-ൽ പിന്നെ ഇവർ ചിലപ്പം ഫോക്കസ് ചെയ്യാതെ പോകുന്ന ഏരിയയാണ് ആവറേജ് വാല്യൂവും RMS വാല്യൂ. അത് നിങ്ങൾ നോക്കി പോയേക്കണം. ആവറേജിന്റെ ഫോമുല എന്നാ, RMSന്റെ ഫോമുല എന്നാ, അതിനെ കാൽക്കുലേഷൻ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആ ഫോമുല എന്തായാലും അത് വെച്ച് നിങ്ങൾ ഒരു 2-3 എക്സാമ്പിളെങ്കിലും ചെയ്ത് നോക്കിയിട്ടേ പോയേക്കാവുള്ളൂ. പ്രത്യേകിച്ച് RMS വാല്യൂ. ആവറേജ് നമുക്ക് പിന്നും ചെയ്യാൻ എളുപ്പത്തിൽ. RMS കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ I0 sin ωt ഫോമിൽ മാത്രമല്ല, ചിലപ്പം A+B sin ωt എന്ന് പറഞ്ഞ് തരാം കറണ്ട്, അല്ലെങ്കിൽ A sin ωt + B cos ωt തരാം, അല്ലെങ്കിൽ I as a ഫംഗ്ഷൻ ഓഫ് ഏതെങ്കിലും ടൈം എന്ന് തരാം. അപ്പോൾ അതിലെല്ലാം RMS ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. അതായത് അതിന്റെ ഫൈനൽ ഇക്വേഷൻ പഠിക്കാതെ എന്താ എങ്ങനെ വന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ നമുക്കറിയാം സാറേ, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. തീർച്ചയായും എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ്. മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഐഡിയ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ബേസിക്കലി ഉള്ള പ്രത്യേകതകൾ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാം. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ പ്രത്യേകതകൾ, അപ്പോൾ അത് NCERT ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകുക. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമുക്ക് സേഫ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന പോർഷൻ. എനിക്ക് തോന്നുന്നു NCERT ഇവർ ഒരു ലൈൻ ബൈ ലൈൻ വായിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. കാര്യം അതിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു NCERT നമ്മൾ അത്രയും ആ ടേബിളൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോയേക്കാവും. അതേപോലെ NCERT വായിക്കണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിയറിറ്റിക്കൽ പോർഷൻസ് കൂടുതലുള്ള പോർഷൻസ് നിങ്ങളൊന്ന് NCERT ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ ചാപ്റ്ററിൻ്റെ അവസാനം പോയിന്റ്സ് ടു പോണ്ടർ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, പിന്നെ പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അഥവാ നമുക്ക് അതിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എക്സാമിന് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പോർഷൻസ് NCERT ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. പിന്നെ നമ്മൾ ഒപ്റ്റിക്സ്, നമ്മളെ പേടിപ്പിക്കുന്ന അടുത്ത ചാപ്റ്ററാണ് ഒപ്റ്റിക്സ് അല്ലേ സാറേ? തീർച്ചയായും. അപ്പോൾ നിങ്ങൾ ഒപ്റ്റിക്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പം റേ ഡയഗ്രം കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമാണെന്ന് തോന്നുന്നു, പ്രിസത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു, റേ ഡയഗ്രം തന്നിട്ടുണ്ട്. അപ്പോൾ ആ റേ ഡയഗ്രം നോക്കി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷെ അതിന് പകരം നമ്മൾ കാണാതെ പഠിച്ച കുറേ ഇക്വേഷൻസ് അവിടെ യൂസ് ചെയ്തപ്പോഴാണ് കുറേ പേർക്ക് ആൻസർക്ക് തെറ്റിപ്പോയി.
അതേപോലെ കോമ്പിനേഷൻ ഓഫ് ലെൻസ് മിറർ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് റേ ഡയഗ്രത്തിൻ്റെയും സൈൻ കൺവെൻഷൻ്റെ ഒക്കെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഈ സൈൻ കൺവെൻഷൻ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു സാറേ നമ്മൾ ആ റേ ഡയഗ്രത്തിൻ്റെ ഒക്കെ ഒരു ബേസിക്കലുള്ള ഐഡിയ മനസ്സിലാക്കിയാൽ തോന്നുന്നല്ലേ. നമ്മൾ ഇവര് മിക്ക ക്വസ്റ്റ്യനിൽ റേ ഡയഗ്രാം വരയ്ക്കാതെ ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു റേ ഡയഗ്രാം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടെ അതിൻ്റെ റേ ഡയഗ്രാം കൂടെ വരച്ചു പോയാൽ എപ്പോഴും നല്ലതായിരിക്കും. കാര്യം റേ ഡയഗ്രാം കൃത്യമായിട്ട് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് റേ ഒപ്റ്റിക്സിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. നമ്മൾ ഈ റേ ഡയഗ്രാം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് റേ ഒപ്റ്റിക്സ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നത്. അപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ റേ ഡയഗ്രാം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഫൈനൽ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, റേ ഡയഗ്രാം വരയ്ക്കാതെയൊക്കെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റേ ഒപ്റ്റിക്സ് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മിറർ ലെൻസിന്റെ പ്രത്യേകതകൾ പഠിക്കണം. പ്രിസം വളരെ ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ അതിൽ റിഫ്രാക്ഷൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾസ് പല വിധത്തിലും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. പിന്നെ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കോമ്പിനേഷൻ ഓഫ് ലെൻസ് മിററിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുവാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ സാറേ. അപ്പോൾ അതുകൊണ്ട് ഒപ്റ്റിക്സ് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ വേവ് ഒപ്റ്റിക്സും എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു പോർഷൻ. അതെ, അത് മെയിനായിട്ടും വരുന്ന ഇന്റർഫറൻസിൽ എനിക്ക് തോന്നുന്നു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് NCERT പറയുന്ന. YDSC മാത്രമാണ് പറയുന്നത്. അപ്പോൾ YDSCയിലെ എല്ലാ കേസസും ഇപ്പം സ്ലിറ്റിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ് പ്ലേറ്റ് വയ്ക്കുന്ന കേസസ് ആയാലും വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കേസസ് ആയാലും ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് YDSCയിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ്. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ NCERT ടെക്സ്റ്റിൽ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പല ടെക്സ്റ്റിലും അത് തെറ്റിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് മോണോക്രോമാറ്റിക് ലൈറ്റിന് പകരം വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ NCERT ടെക്സ്റ്റിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ചിട്ട് പോകാം കേട്ടോ. പിന്നെ പോളറൈസേഷൻ പ്രത്യേകതകൾ നോക്കി വെക്കണം. വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. ബ്രൂസ് സ്റ്റേറ്റ്സിലോ ഒക്കെ യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ, പോളറൈസേഷൻ ആണെങ്കിലും ഡിഫ്രാക്ഷൻ ആണെങ്കിലും അധികം ഇക്വേഷൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയായിരിക്കും. പിന്നെ നമുക്ക് അവസാന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ്, ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പോൾ നമ്മൾ ഈ അവസാന ചാപ്റ്ററുകളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന ഒരു പോർഷനാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. അതിൽ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ഡ്യുവൽ നേച്ചറും യൂണിസോൺ ഡയമെൻഷനുമാണ് നമ്മുടെ ഏറ്റവും ചെറിയ ചാപ്റ്റേഴ്സ്. അപ്പോൾ അതിൽ റെഗുലറായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോർഷനുമാണ്. കാരണം നമുക്കറിയാം ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആപ്പാടെ 2 പ്രിൻസിപ്പിളുകളേ ഉള്ളൂ. ഒന്ന് ഡി ബ്രോഗ്ലിയുടെ വേവ്സ്, അതിൻ്റെ ഐഡിയാസ്, പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എഫക്റ്റിൻ്റെ ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. തീർച്ചയായും. പിന്നെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ്. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ് നമ്മൾ ആദ്യം തന്നെ ബോർ തിയറിയാണ് പറയുന്നത്. അത് ബോറിന്റെ കാര്യങ്ങളിൽ തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ നമുക്കതിൽ ഈ ട്രാൻസിഷനൊക്കെ എടുക്കുമ്പം എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നും സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നും ഒക്കെ തരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. അതിന് എല്ലാം റിലേഷനൊക്കെ അത്യാവശ്യം നോക്കി വെച്ചേക്കണം. റേഡിയസ് ഓഫ് ഓർബിറ്റും എന്നും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി, R പ്രൊപ്പോർഷണൽ ടു ഉള്ള കാര്യങ്ങളും, R പ്രൊപ്പോർഷണൽ ടു n², അതാണെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു 1/n. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് വെച്ച് ചിലപ്പം ഇലക്ട്രോൺ കറങ്ങുമ്പോഴുള്ള കറണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ആ എന്നുമായിട്ടുള്ള റിലേഷനൊക്കെ ആ ടൈപ്പൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ച് പോർഷൻസ് നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. പിന്നെ ന്യൂക്ലിയസിലും നമുക്കറിയാം ടോപ്പിക്ക് വളരെ കുറവേ ഉള്ളൂ. ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ, അതിന്റെ ന്യൂക്ലിയർ ഫോഴ്സിന്റെ ബേസിക്കലി ഉള്ള പ്രത്യേകതകൾ, പിന്നെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ. അപ്പോൾ അതിൻ്റെയൊക്കെ വേരിയേഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ചെറിയ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. പിന്നെ സാറേ എനിക്ക് തോന്നുന്നു റേഡിയോ ആക്ടിവിറ്റി നമുക്ക് എലിമിനേറ്റഡ് ആണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് റേഡിയോ ആക്ടിവിറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ NCERT ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് ഈ ആൽഫ DK, ബീറ്റ DK, ഗാമ DK ബേസിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിപ്പോയേക്കാം. തീർച്ചയായും. അപ്പോൾ അതായത് നമ്മൾ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് നേരത്തെ പഴയ NCERT ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോളിംഗ് മോഷൻ്റെ ബേസിക്കലി ഉള്ള പ്രത്യേകതകൾ പഠിക്കുക. പിന്നെ നമുക്കിപ്പോൾ പറഞ്ഞതുപോലെ റേഡിയോ ആക്ടിവിറ്റിയുടെ ബേസിക്കലി ഉള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ സാറ് നമ്മൾ എർത്തിന്റെ മാഗ്നറ്റിസം, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസിലില്ല. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കാര്യങ്ങളും ഒക്കെ, എർത്തിന്റെ ഫീൽഡിന്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. ചിലപ്പോൾ നമുക്ക് ഇൻഡക്ഷനിലൊക്കെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഇൻഡ്യൂസ് DMF ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ ഡയറക്ഷൻ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പോസോൺസ് റേഷ്യോ, അപ്പം അത് നമുക്ക് സിലബസിൽ പറയുന്നില്ല, പക്ഷേ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കണം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്ററും റിവൈസ് ചെയ്യുമ്പോൾ വായിച്ചു നോക്കണം. പിന്നെ NCERT ടെക്സ്റ്റ് എടുത്തിട്ട് പെട്ടെന്നൊന്ന് മറിച്ച് നോക്കുക. നമ്മൾ ഏതെങ്കിലും ഹെഡിങ് ഇതിനില്ലാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു പോയേക്കണം. പിന്നെ എഡി കറണ്ട് എനിക്ക് തോന്നുന്നു NCERT ടെക്സ്റ്റിൽ ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് എഡി കറണ്ട് സിലബസിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്കി വെച്ചോണം കേട്ടോ. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസിൽ നമുക്കറിയാം വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ പണ്ടത്തെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ അതിൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സിന്നർ ഡയോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്, സിന്നർ ഡയോഡ്. അതിൻ്റെ സിന്നർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ, LED. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസ് ആണ്. പിന്നെ ഗേറ്റിന്റെ ഏരിയ ലോജിക് ഗേറ്റ്സ് നമുക്ക് NCERT ടെക്സ്റ്റിൽ ലോജിക് ഗേറ്റ്സ് ഇല്ല, പക്ഷേ നമുക്ക് സിലബസിലെ ലോജിക് ഗേറ്റ്സ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇവർ സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ട് കുറെ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ് എന്ന് കരുതി നിങ്ങൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്ത് പോരുത്. സിമ്പിൾ ടോപ്പിക് ആണ്. അതെ, നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത് കോംപ്ലിക്കേറ്റ് അല്ല. നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക, ഒരിക്കലും അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. കുറേ പേര് വന്ന് പഠിച്ചു പറഞ്ഞായിരുന്നു സ്കൂളിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്കതൊരു ഫോളോ ചെയ്യാൻ ചെറിയൊരു ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അത് ലോജിക് ഗേറ്റ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ എനിക്ക് തോന്നുന്നു സാറേ, നമുക്ക് ഈ വലിയ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ഒന്നും അത് വെച്ചിട്ട് ചോദിക്കാറില്ല. അതെ, ചുമ്മാ ഒന്നെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഗേറ്റ്സ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് കാണാനും അതേതാന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകിച്ച് വെച്ചോണം. അതുപോലെ എനിക്ക് തോന്നുന്നു സാറേ, നമ്മൾ ചിലപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് ഗേറ്റ്സ് വരുമ്പം നിങ്ങൾക്ക് ഈ ബൂളിയൻ ഇക്വേഷനൊക്കെ എഴുതി ചെയ്യാൻ എക്സാമിന്റെ സമയത്ത് ഡിഫിക്കൽട്ടി തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് A, B, 0, 1 ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആൻസർ പെട്ടെന്ന് എഴുതാം. അതിന് അത്രയും അധികം സമയമൊന്നും വേണ്ട. അത് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലെങ്കിൽ കേട്ടോ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ടോപ്പിക്കിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് സിലബസിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ എക്സ്പെരിമെൻ്റൽ സ്കിൽസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. എക്സ്പെരിമെൻ്റൽ സ്കിൽസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണണം. കാരണം എക്സ്പെരിമെൻ്റൽ സ്കിൽസിലുള്ള കാര്യങ്ങൾ നമ്മൾ നോർമലി പഠിക്കുന്ന ടോപ്പിക്കിലുള്ള കുറേ കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2-3 അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റും കൂടെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചിലർ പറയാറുണ്ട് നമ്മൾ അത്രയും പഠിച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒപ്റ്റിക്സ് ചെയ്യുന്നു, കറണ്ട് ഇലക്ട്രിസിറ്റി ചെയ്യുന്നൊക്കെ സർക്യൂട്ടിൽ നമ്മൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് കൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സെല്ലാം അവസാന ഘട്ടത്തിലാണ്. ഇനി മോഡലിൻ്റെ ടൈമാണ്. അപ്പോൾ ആരും എക്സാം ഒന്നും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ, എത്രത്തോളം പുതിയ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നോ, അതിനുള്ള ഒരു ചാൻസും നമ്മൾ മിസ്സാക്കരുത്. എല്ലാ മോഡൽസും എഴുതിയാൽ മാത്രം പോരാ, ആ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്ത് വെച്ചേക്കണം. അതിൽ നമുക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അത് വീണ്ടും തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് പയ്യെ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ എക്സാം എഴുതുമ്പം നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായിട്ട് തോന്നുവാണെങ്കിൽ അപ്പോൾ അത് എക്സാമിന് ശേഷം നമ്മൾ എങ്ങനെയാണെന്ന് അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ചില എക്സാം നമ്മൾ എളുപ്പമായിരിക്കും, ചിലത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ എക്സാം എഴുതി ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും മാർക്ക് കുറവാണെന്നറിയാം. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഫൈനൽ എക്സാം എളുപ്പമാണോ ഡിഫിക്കൽട്ടാണോ എന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയേണ്ട. നമ്മൾ ഏത് എക്സാം വന്നാലും നമ്മൾ അവസാനം നന്നായിട്ട് എഴുതാൻ പറ്റത്തക്ക രീതിയിലാണ് നമ്മുടെ മോഡൽ എക്സാമുകൾ തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക, സമയം വെറുതെ കളയാതിരിക്കുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. സന്തോഷത്തോടെ നന്നായിട്ട് കോൺഫിഡൻസോടെ പഠിക്കുക. അല്ലേ സാറേ? അതെ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.